ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു നമുക്ക് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടി ഇതിൽ ചെയ്യാനുണ്ട്. അതായത് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമ്മുടെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് 2 കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സോൾവ് ദി ഫോളോയിങ് system of equation using Cramer's rule അതാണ് CR എന്ന് ഷോർട്ടായിട്ട് എഴുതിയത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എക്സ് പ്ലസ് 2y മൈനസ് ഇസെഡ് ഇസ് ഈക്വൽ ടു 3 ആൻഡ് 3x പ്ലസ് y പ്ലസ് ഇസെഡ് is equal to 4 and x minus y plus 2z is equal to 6. ഇതാണ് ക്വസ്റ്റ്യൻ. എക്സ് പ്ലസ് 2y മൈനസ് ഇസെഡ് ഇസ് ഈക്വൽ ടു -3, 3x പ്ലസ് y പ്ലസ് ഇസെഡ് ഇസ് ഈക്വൽ ടു 4 ആൻഡ് എക്സ് മൈനസ് y പ്ലസ് 2z ഇസ് ഈക്വൽ ടു 6. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുമ്പം ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ക്രാമേഴ്സ് റൂൾ വെച്ചിട്ടാണ് ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ആദ്യം 3 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അതായത് ഇവിടെ നമുക്ക് എത്ര വാരിയബിൾസ് ഉണ്ട് എന്ന് ആദ്യം നമുക്ക് നോക്കാം. എത്ര വാരിയബിൾസ് ഉണ്ട്? എക്സ് ഒരു വാരിയബിൾ, വൈ ഒരു വാരിയബിൾ, സെഡ് ഒരു വാരിയബിൾ. 3 വാരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഈ 3 വാരിയബിളായ എക്സും വൈയും സെറ്റും കണ്ടുപിടിക്കുക. അതാണ് നമ്മളുടെ ഉദ്ദേശം. ഇതിന് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ? എക്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ 1 ബൈ ഡെൽറ്റ, വൈ ഇസ് ഈക്വൽ ടു ഡെൽറ്റ 2 ബൈ ഡെൽറ്റ ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ 3 ബൈ ഡെൽറ്റ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ അറിയില്ലെങ്കിൽ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. എക്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ 1 ബൈ ഡെൽറ്റ, വൈ ഇസ് ഈക്വൽ ടു ഡെൽറ്റ 2 ബൈ ഡെൽറ്റ, ഇസെഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ 3 ബൈ ഡെൽറ്റ. കൃത്യമായിട്ട് ഇത് പഠിച്ചു വയ്ക്കുക. 2 ബൈ 2 ആണെങ്കിൽ 2 എണ്ണേ ഉണ്ടാവുള്ളൂ. ഡെൽറ്റ 1 ബൈ ഡെൽറ്റയും ഡെൽറ്റ 2 ബൈ ഡെൽറ്റയും. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് ഡെൽറ്റ, എന്താ ഡെൽറ്റ 1, എന്താ ഡെൽറ്റ 2, എന്താണ് ഡെൽറ്റ 3. ഇതാണ് നമുക്ക് അറിയേണ്ടത്. എങ്ങനെയാണ് ഡെൽറ്റ കിട്ടുക നമുക്ക് നോക്കാം. ഡെൽറ്റ നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ, ഈ ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും കോഎഫിഷ്യൻസ് നമ്മൾ എഴുതുക. നോക്കൂ, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 1 ഇൻറ്റു എക്സ് ആണ് എക്സ് അല്ലേ. ഇപ്പം എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 1 ആണ് അല്ലേ, 1. വൈയുടെ കോഎഫിഷ്യൻ്റോ 2 ആണ് അല്ലേ. സെഡിൻ്റെ കോഎഫിഷ്യൻ്റോ -1 ആണ് അല്ലേ. സെഡിൻ്റെ കോഎഫിഷ്യൻ്റ് -1 ആണല്ലോ. ഇനി രണ്ടാമത്തെ ഇക്വേഷനിൽ ഇവിടെ നോക്കൂ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 3, വൈയുടെ കോഎഫിഷ്യൻ്റ് 1, സെഡിൻ്റെ കോഎഫിഷ്യൻ്റ് 1. ഇനി ഇതേപോലെ മൂന്നാമത്തെ ഇക്വേഷനിലും ഇതേപോലെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1, വൈയുടെ കോഎഫിഷ്യൻ്റ് -1. -1 വന്നാൽ എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വൈ ഇൻറ്റു -1 ആണ് -y. അപ്പോൾ വൈയുടെ കോഎഫിഷ്യൻ്റ് -1. പിന്നെ സെഡിൻ്റെ കോഎഫിഷ്യൻ്റ് 2. ഇതാണ് ഡെൽറ്റ എന്ന് പറയുന്ന സംഭവം. കിട്ടിയോ? നമുക്കൊരു കാര്യം ചെയ്യാം, ഡെൽറ്റയുടെ വാല്യൂവും കൂടിയും കണ്ടെത്തേക്കാം. ഡെൽറ്റയുടെ വാല്യൂവും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഡെൽറ്റയുടെ വാല്യൂ ഇത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതായതുകൊണ്ട് ഇവിടെ ഡിറ്റർമിനൻ്റാണ് ഇത്. ഡിറ്റർമിൻ ചെയ്യുന്നതുകൊണ്ട് ഡിറ്റർമിനൻ്റായിട്ട് തന്നെ എഴുതണം. നമുക്ക് നോക്കാം. ആദ്യം നോക്കാം എങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ഫസ്റ്റ് എലമെൻ്റ് എടുക്കും അല്ലേ. 1 എന്ന് പറയുമ്പം ഈ ഫസ്റ്റ് റോയും ഈ ഫസ്റ്റ് കോളവും പോവും.
ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും പോവും. ബാക്കി എന്താ ഉണ്ടാവുക? 1 1 -1 2 അല്ലേ? ഒരു മിനിറ്റ് താഴെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ആദ്യം നമ്മൾ എന്ത് എഴുതി? ഫസ്റ്റ് എലമെൻ്റ് എടുക്കുമ്പം ഫസ്റ്റ് റോയും പോയി ഫസ്റ്റ് കോളവും പോയി. ബാക്കി എന്താ ഉണ്ടാവുക? 1 ഇൻറ്റു ബാക്കി എന്തുണ്ട്? 1 1 -1 2 1 1 -1 2 എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യുക? അടുത്തത് ഓപ്പോസിറ്റ് സൈന് കൊടുക്കണം. അതായത് ആദ്യം പ്ലസ് കൊടുത്താൽ അടുത്തത് മൈനസ് കൊടുക്കണം അല്ലേ? മൈനസ് കൊടുക്കണം. അപ്പം മൈനസ് കൊടുത്താൽ എന്താ വരിക? ഈ ഒരു റോയും പോവും, ഈ ഒരു കോളവും പോവും. ഈ ഫസ്റ്റത്തെ റോയും പോയി, ഈ ഒരു കോളവും പോയി. ബാക്കി എന്താ? ബാക്കി എലമെൻറ്റുകൾ 3 1 1 2 3 1 1 2 എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ രണ്ടാമത്തെ എലമെൻറ്റ് പോകുമ്പം ഈ ഒരു റോയും കട്ടായി പോവും, ഈ ഒരു കോളവും കട്ടായി പോവും. ബാക്കിയുള്ളത് 3 1 1 2 എന്ന് കിട്ടും. അടുത്തത് -1. -1 വരുമ്പോഴെങ്ങനെയാണ് വരിക? -1 കോളവും പോവും, അത് വിടുന്ന റോയും കട്ടായി പോവും. ബാക്കി എന്താ ഉള്ളത്? 3 1 1 -1. ഞാൻ നേരത്തെ പറഞ്ഞു സൈന് ഓൾട്ടർനേറ്റീവായിട്ട് മാറ്റണം. ആദ്യം പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്. ഇവിടെ പോസിറ്റീവ് അല്ലേ വരേണ്ടത്? എന്തുകൊണ്ടാണ് നെഗറ്റീവ് കൊടുക്കാൻ കാരണം? ഇവിടെ -1 അല്ലേ ഉള്ളത്. -1 ഇൻറ്റു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നെഗറ്റീവായിരിക്കും. അതാണ് ഇങ്ങനെ മാറ്റാൻ കാരണം. കിട്ടിയോ? അപ്പോൾ ഇതിനെന്താ വരിക നോക്കാം. ഇതിൽ എന്ത് വരും എന്ന് നമുക്ക് നോക്കാം. എന്താ വരിക? 1 ആണല്ലേ ഇവിടെ? 1 ആണുള്ളത്. ഓക്കെ, 1 ഇൻറ്റു 1 ഇൻറ്റു 2 എന്ത് വരും? 2 -1 ഇൻറ്റു -1. സോ -1 കിട്ടിയല്ലോ. അടുത്ത അതേപോലെ -2 ഇൻറ്റു 3 ഇൻറ്റു 2 6 1 ഇൻറ്റു 1 1. അടുത്തത് -1 ഇൻറ്റു 3 ഇൻറ്റു -3 -3 1 ഇൻറ്റു 1 1. ഓക്കെ, നോക്കാം. 1 ഇൻറ്റു 2 -1 3 എന്ന് വരും. അടുത്ത് -2 ഇൻറ്റു 6 -1 5 എന്ന് വരും. -1 ഇൻറ്റു -3 -1 -4 എന്ന് വരും. കിട്ടിയോ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ 1 ഇൻറ്റു 3 3 എന്ന് എഴുതാം. 2 ഇൻറ്റു 5 -10 എന്ന് എഴുതാം. -1 ഇൻറ്റു -4 +4 എന്ന് എഴുതാം. സോ 3 -10 -7 അല്ലേ? -7 +4 -3. സോ ഡെൽറ്റയുടെ വാല്യൂ -3 എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഡെൽറ്റയുടെ വാല്യൂ -3 എന്ന് കിട്ടിയിട്ടുണ്ടാവും. ക്ലിയർ ആണ്? ഓക്കെ ആണ്? മുന്നോട്ട് പോവാം എന്ന് തന്നെ വിചാരിക്കുന്നു. ഡെൽറ്റയുടെ വാല്യൂ -3 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഡെൽറ്റയുടെ വാല്യൂ -3 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളെയാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഡെൽറ്റ 1 ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് ഡെൽറ്റ 1 കിട്ടുക? ഡെൽറ്റ 1 എങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ചാൽ, നമ്മുടെ ഡെൽറ്റ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടല്ലോ, ഈ മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റുകൾക്ക് പകരം ആരെ കൊടുക്കണം? ഇവിടെ ഈക്വൽ ടു എന്ന് പറഞ്ഞ് 3 വാല്യൂസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിനെ കൊടുക്കുക. ഡെൽറ്റ 1 കിട്ടുന്നത് നമ്മൾ ഡെൽറ്റയിൽ നിന്ന് ഡെൽറ്റ 1 ആക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ഫസ്റ്റ് കോളത്തിലെ ഡെൽറ്റ എന്ന് പറയുന്ന മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻസിന് പകരം ഏത് കൊടുക്കണം? -3 4 6 -3 4 6. ഇതേപോലെ തന്നെ 2 1 -1 -1 1 2 എന്ന് കൊടുക്കണം. -3 4 6
2 1 -1 -1 1 2 എന്ന് കൊടുക്കുക. -1 1 2 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതായത് -3 ഇൻറ്റു -3 ഉൾപ്പെടുന്ന റോയും ഒഴിവാക്കുക, കോളോ ഒഴിവാക്കുക. ബാക്കി എന്താ ഉള്ളത്? 1 1 -1 2 1 1 -1 2 എന്ന് കിട്ടും. അടുത്തത് -2 ഇൻറ്റു -2 എന്ന് പറയുമ്പം -2 ഉൾപ്പെടുന്ന റോയും ഒഴിവാക്കുക, -2 ഉൾപ്പെടുന്ന കോളവും ഒഴിവാക്കുക. ബാക്കി എന്താ എലമെൻ്റ് ഉണ്ടാവുക? 4 1 6 2 4 1 6 2. ഇനി അടുത്തത് -1 ഉൾപ്പെടുന്ന അല്ലേ? ഈ -1 എന്ന് എടുക്കുമ്പം അത് ഉൾപ്പെടുന്ന റോയും ഒഴിവാക്കണം, കോളവും ഒഴിവാക്കണം. ബാക്കി എന്തുണ്ട്? 4 1 6 -1 4 1 6 -1 എന്ന് കിട്ടും. നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ -3 ഇൻറ്റു 1 ഇൻറ്റു 2 2 -1 ഇൻറ്റു -1 -1 ആണല്ലോ. അടുത്തത് -2 ഇൻറ്റു 4 ഇൻറ്റു 2 8 -1 ഇൻറ്റു 6 6. അടുത്തത് -1 ഇൻറ്റു 4 ഇൻറ്റു -1 സോ -4 4 ഇൻറ്റു -1 -4 -6 ഇൻറ്റു 1 6. ഇപ്പം എന്ത് വരും? -3 ഇൻറ്റു 2 -1 ഇപ്പം എന്ത് വരും? 3 എന്ന് വരും. അടുത്ത -2 ഇൻറ്റു 8 6 2 എന്ന് വരും. -1 ഇൻറ്റു -4 -6 സോ -10 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താ വരിക? -3 ഇൻറ്റു 3 -9 -2 ഇൻറ്റു 2 -4 പ്ലസ് -1 ഇൻറ്റു -10 10 -4 -9 -4 -13 പ്ലസ് 10. ആൻസർ -3. ആൻസർ -3. സോ ഡെൽറ്റ 1ൻ്റെ വാല്യൂ -3 എന്ന് നമുക്ക് കിട്ടി. ആണല്ലോ. ഡെൽറ്റ 1ൻ്റെ വാല്യൂ -3 എന്ന് ഇവിടെ നമുക്ക് എന്തായി കിട്ടി. ഓക്കെ ആണ് എന്ന് തന്നെ വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പരീക്ഷയ്ക്ക് വരുന്ന സാധ്യതയല്ല, ഉറപ്പായിട്ടും വരും. അപ്പം നമ്മൾ ഡെൽറ്റ 1 കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ 2 ആണ്. ഡെൽറ്റ 2 എങ്ങനെ കണ്ടുപിടിക്കും? ഡെൽറ്റ 2 കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഡെൽറ്റ എന്ന് പറയുന്ന മെട്രിക്സിലെ സെക്കൻഡ് കോളത്തിന് പകരം നമ്മളിവിടെ കൊടുക്കേണ്ട വാല്യൂ ഏതായിരുന്നു? ഏതാണ് സെക്കൻഡ് കോളത്തിന് പകരം കൊടുക്കേണ്ടത്? -3 4 6 -3 4 6. സെക്കൻഡ് കോളത്തിന് പകരം -3 4 6. ഓക്കെ ആണല്ലോ. ഇതും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തു നോക്കാം. എങ്ങനെ വരാൻ നോക്കൂ. 1 ആണ് ആദ്യം ഞാൻ എടുത്തത്. അത് 1 ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കിയാൽ 4 1 6 2 എന്ന് വരും. 4 1 6 2 എന്ന് വരും. അടുത്തത് -3 ആണ് അല്ലേ? -3 എന്ന് പറയുമ്പം ഇവിടെ അടുത്ത സൈന് മൈനസാണ്, ഇവിടെ -3. മൈനസും കൂടി ചേർന്നാൽ പ്ലസ് ആയിട്ട് മാറും. നമുക്കിവിടെ മൈനസ് എന്തായാലും എടുക്കണം. പിന്നെ ഇവിടുത്തെ സംഖ്യ -3 ആണ്. അതാണ് മൈനസും പ്ലസ് ആയിട്ട് മാറുമെന്ന് ഞാൻ പറഞ്ഞത്. ഈ -3 എടുക്കും. -3 ഉൾപ്പെടുന്ന റോയ് ഒഴിവാക്കണം, കോളോ ഒഴിവാക്കിയാൽ ബാക്കി എന്ത് വരും? 3 1 1 2 3 1 1 2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അടുത്തത് -1 എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക? 3 -1 ഉൾപ്പെടുന്ന റോ ഒഴിവാക്കി കോളവും ഒഴിവാക്കിയാൽ 3 4 1 6
3 4 1 6. ഇനി നമുക്ക് നോക്കാം. ഇവിടെ എന്ത് വരും? 1 ഇൻറ്റു ഡയഗണൽ എലമെൻറ്റുകൾ ആദ്യം ചെയ്യാം. 4 ഇൻറ്റു 2 8 മൈനസ് 6 ഇൻറ്റു 1 6. ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് മാറും. പ്ലസ് 3 ഇൻറ്റു 2 6 1 ഇൻറ്റു 1 1. അടുത്തത് മൈനസ് 1 ഇൻറ്റു 3 ഇൻറ്റു 6 18 മൈനസ് 1 ഇൻറ്റു 4 4. ഇത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 8 മൈനസ് 6 2. ഇത് 6 മൈനസ് 1 5 അല്ലേ? 5 പ്ലസ് 5 ഇൻറ്റു 3 15. ഇവിടെ 18 മൈനസ് 4 14. സോ മൈനസ് 14. ഇപ്പം എന്ത് വരും? 2 പ്ലസ് 1. ആൻസർ 3 എന്ന് കിട്ടും. ഡെൽറ്റ 2യുടെ വാല്യൂ 3 എന്ന് കിട്ടി. ഡെൽറ്റ 2യുടെ വാല്യൂ 3 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഡെൽറ്റ 2യുടെ വാല്യൂ 3 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കാണാം? ഡെൽറ്റ 3യും കൂടി ഇതേപോലെ കണ്ടുപിടിക്കുക. ഡെൽറ്റ 3 ഇതേപോലെ കണ്ടുപിടിക്കുക. ഡെൽറ്റ 3 എങ്ങനെ കണ്ടുപിടിക്കും? തേർഡ് കോളത്തിൽ ഏത് കൊടുക്കുക? -3 4 6 കൊടുക്കുക. തേർഡ് കോളത്തിൽ ഇപ്പം എന്ത് വരും? 1 3 1 2 1 -1 then -3 4 6 എന്ന് കിട്ടും. -3 4 6 എന്ന് കിട്ടും. -3 4 6 എന്ന് കിട്ടും. ക്ലിയർ ആവുന്നല്ലോ? -3 4 6 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും പഴയ പോലെ തന്നെ ആദ്യത്തെ എലമെൻ്റായ 1 നമ്മളെടുത്തു. 1 ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കി. ഈ റോ പോയി, ഈ ഒരു കോളം പോയി. ബാക്കി 1 4 -1 6 കിട്ടി. അടുത്തത് 2 എന്ന് പറയുന്ന എലമെൻ്റ് എടുക്കുമ്പം 2 ഉൾപ്പെടുന്ന റോയെ ഒഴിവാക്കണം, കോളവും ഒഴിവാക്കിയാൽ ബാക്കി എന്ത് വരും? 3 4 1 -6. സൈൻ എടുക്കുമ്പം മാറരുത്. ഇവിടെ ആദ്യത്തെ എലമെൻറ്റ് നമ്മൾ പോസിറ്റീവ് എടുത്തു, രണ്ടാമത്തതിൽ ഇവിടെ നെഗറ്റീവ് എടുത്തു, അടുത്തതിൽ പോസിറ്റീവാണ് എടുക്കേണ്ടത്. പക്ഷേ ഒരു പ്രശ്നം എന്താ ഉള്ളത്? ഇവിടുത്തെ എലമെൻറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവും നെഗറ്റീവും എടുക്കുമ്പം നെഗറ്റീവ് വരണം. സോ അതുകൊണ്ട് നമ്മൾ എന്തെടുക്കുന്നു? -3 എന്ന് എടുക്കും. 3 എടുക്കുമ്പം ഈ ഒരു കോളം പോയി, ഈ ഒരു റോയും പോയി. ബാക്കി എന്താ ഉള്ളത്? 3 1 1 -1 3 1 1 -1 കിട്ടിയല്ലോ. ബാക്കി എന്താ വരിക? 1 ഇൻറ്റു 6 6 മൈനസ് -1 ഇൻറ്റു 4 -4 ആണല്ലോ. അടുത്തത് -2 ഇൻറ്റു 3 ഇൻറ്റു 6 -6 -18 -1 ഇൻറ്റു 4 4 4. അടുത്തത് -3 ഇൻറ്റു 3 ഇൻറ്റു -1 -3 1 ഇൻറ്റു 1 -1 ആണല്ലോ. സോ 1 ഇൻറ്റു 6 -4 ഇപ്പം എന്ത് വരും? 6 + 4 -2 ഇൻറ്റു -18 -4 -22 -3 ഇൻറ്റു -3 -1 -4 -4 ആണോ? ഇനി 6 + 4 10 എന്ന് കിട്ടി. -2 + 22 എത്ര വരും? +44 അല്ലേ? -2 മൈനസും മൈനസും പ്ലസ് ആയി. 2 × 22 44. ഇനി -3 ഒരു മിസ്റ്റേക്ക് വന്നു പോകുന്നൊരു സംശയം.
ചെറിയൊരു മിസ്റ്റേക്ക് വന്നു ഇവിടെ -6 അല്ല, ഇത് 6 ആണ് കേട്ടോ. ഞാനത് എഴുതിയത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, വെരി സോറി. ചെറിയൊരു മിസ്റ്റേക്ക്. അതായത് 2 എടുത്തപ്പം 3 4 1 6 ആയിരുന്നു വേണ്ടത്. അത് ഞാൻ -6 എടുത്തു പോയി, സോറി. അപ്പോൾ ഇത് 2 × 18 1 × 6 സോറി 3 × 6 18 -4 ബാക്കിയെല്ലാം കറക്റ്റാണ്. ഇനി നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഞാൻ ഇവിടുന്ന് ഒന്ന് ഇറേസ് ചെയ്യാണ്. ഇവിടെ 1 × 6 + 4 -2 × 18 - 4 14 എന്ന് വന്നു. പിന്നെ -3 -4 +12 എന്ന് വരും. സോ 10 - 28 +12 എത്ര വരിക? 10 - 28 എന്ന് വെച്ചാൽ -18 +12 എന്ന് പറഞ്ഞാൽ -6. അപ്പം Δ3 എന്ന് പറഞ്ഞാൽ -6 എന്ന് വരും. Δ3 എന്ന് പറഞ്ഞാൽ -6. അപ്പം നമുക്ക് നേരത്തെ കിട്ടിയ എല്ലാ വാല്യൂവും ഞാനിവിടെ ഒന്ന് എഴുതാം. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടിയ വാല്യൂ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ -3 ആണ് ഇവിടെ കിട്ടിയത് അല്ലേ. ഡെൽറ്റയുടെ വാല്യൂ -3 എന്ന് കിട്ടി. ഇനി Δ1ൻ്റെ വാല്യൂ -3 തന്നെയാണ്, -3 തന്നെയാണ്. Δ2യുടെ വാല്യൂ 3 ആണ് നമുക്ക് കിട്ടിയത്. ആൻഡ് Δ3 നമുക്ക് കിട്ടിയത് -6. നമുക്ക് സോൾവ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് കണ്ടുപിടിക്കണം? എക്സും വൈയും സെഡും കണ്ടുപിടിക്കണം. സോ എക്സ് ഇസ് ഈക്വൽ ടു Δ1/Δ അല്ലേ. അതേപോലെ വൈ എന്ന് പറഞ്ഞാൽ Δ2/Δ. അതേപോലെ സെഡ് എന്ന് പറഞ്ഞാൽ Δ3/Δ. ഏതാണ്? Δ1 -3 ആണ്. സോ -3/-3 നമ്മുടെ ആൻസർ 1 എന്ന് വരും. Δ2 വന്നത് 3 ആണ് അല്ലേ. 3/Δ -3. സോ ആൻസർ -1. ആൻഡ് Z is equal to Δ3/Δ. That is equal to -6/-3 2. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 1 -1 2 1 -1 2 1 -1 2. സംഗതി വളരെ എളുപ്പമാണ്. അപ്പം ഇത് 7 മാർക്കിന് കഴിഞ്ഞ 2022 ഈ ഒരു ചോദ്യം ചോദിച്ചത്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ 2023 ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു വെക്കണം. കാരണം 23 ഇതേ ടൈപ്പ് ആയതുകൊണ്ട് നമുക്കത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതണം. ചെയ്യാൻ കുറച്ചധികം ഉണ്ടെങ്കിലും സ്റ്റെപ്പുകളെല്ലാം ഒരുപോലെയാണ്. ന്യൂമറിക്കൽസ് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ചെയ്താൽ കിട്ടും. കിട്ടാത്തത് കാണുമ്പം വല്ലാത്ത ലെങ്തിയാന്ന് തോന്നണ്ട, വളരെ ഈസിയാണിത്. അപ്പം അതുകൊണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. ഇതിൽ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ക്രാമേഴ്സ് റൂളിൻ്റെ കൂട്ടത്തിൽ ഓപ്ഷണലായിട്ട് വരുന്നതാണ്. ഇത്ര ചെയ്യാനില്ല. അത് നമുക്ക് അതും കൂടി അടുത്തൊരു വീഡിയോ ലെക്ചറിൽ കവർ ചെയ്തിട്ട് നമുക്ക് മെട്രിക്സ് ഇവിടെ അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഇൻ്റഗ്രേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. വളരെ എളുപ്പമാണ് ഇൻ്റഗ്രേഷനൊക്കെ. പെട്ടെന്ന് മാർക്ക് കിട്ടുന്ന കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചാൽ മതി, കിട്ടും. ഓക്കെ ആണല്ലോ. പിന്നെ നന്നായിട്ട് ചെയ്ത് നോക്കുക. അപ്പം ബാക്കിയുള്ള ഞാൻ അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.